ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ വിയന്നെ പോവാണ്. അപ്പോൾ വിയന്നെ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. ഈ സൺഡേ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസം നേരത്തെ പോയാൽ കറങ്ങാലോ എന്ന് വിചാരിച്ചു. അതിന് തിരിച്ച് സൺഡേ തിരിച്ച് വരും. ഞാൻ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് പതുക്കെ വരും. അപ്പോൾ നമ്മൾ ഇവിടെ എയർപോർട്ടിലെത്തി രാവിലെ 6 മണിയാണ്. എയർപോർട്ടിലെത്തിയിട്ടൊരു ഇതാണ് അവർ മാരിനേറ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞ സാധനം. എന്താണ് ഇതിലെ മാരിനേഷൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബ്രെഡ് മാരിനേറ്റ് ചെയ്തു. അതിലിത് പറഞ്ഞില്ല. അതിൽ ബർഗർ കിങ് കഴിച്ചു, ഒബ്വിയസ്ലി സേഫ് ഗെയിം കഴിച്ചു. ഞാൻ വീണ്ടും റിസ്ക് എടുക്കുകയാണ് ഗൈസ്. അല്ല നമ്മളങ്ങനെ നമ്മുടെ എയർബിഎൻബിയിലെത്തി സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ സിറ്റി സെൻറ്റർ കാണാൻ പോവാണ്. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ടോ പോയത്. അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് വിയന്നൻ ഷ്നിറ്റ്സലും ഗുലാഷും. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തിട്ട് അത് തന്നെയാട്ടോ ഓർഡർ ചെയ്തത്. പോർക്കല്ലേ? ഈ ബീഫ് മുറിക്കാൻ കത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കത്തി നമ്മൾ സൈഡിൽ വെക്കുക. ജസ്റ്റ് ഫോർക്ക് എടുത്തിട്ട് ഒന്നിങ്ങനെ തൊട്ട് കൊടുത്താൽ തന്നെ ഇത് ബീഫ് ഇങ്ങനെ പൊടിഞ്ഞു വരും. ബീഫായിട്ട് വരും. ഞങ്ങൾക്ക് വിശന്നപ്പം ഞങ്ങൾ ആക്ച്വലി ഇവിടെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തും കുറച്ച് അഫോർഡബിളും ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് നോക്കിയെടുത്തതാണ്. പക്ഷേ ഇൻ ദി എൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 5000 റിവ്യൂ മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിലൊരു ലോക ക്യൂ. ഈ ആൾക്കാർ മൊത്തം ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ളതാണ്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി. ആൻഡ് ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ബീഫ് ഗുലാഷൊക്കെ സൂപ്പറായിരുന്നു എന്നാണ് അതിൽ പറഞ്ഞത്. ഞാൻ സ്റ്റിച്ചിൽ കഴിച്ചത് അതും അടിപൊളിയായിരുന്നു. ഉള്ളത് സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലാണ്. ഇതൊരു റോമൻ കാത്തലിക് ചേർച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയ വിയന്നയുടെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരു ഡോം ടവറും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണേ. നമ്മൾ കണ്ടുപിടിച്ച ഗൈസ് ഇവിടെയാണ് സ്ഥലം. അപ്പോൾ ഇവിടുന്ന് പക്ഷേ ഫ്രീ അല്ല, 6 യൂറോ ആണ് ഒരാൾക്ക്. അത് കുഴപ്പമില്ല. അപ്പോൾ 2 പേരും കൂടെ 13 യൂറോ ആവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ടിക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ മണ്ടയിലേക്ക് പോവാം. 67 മീറ്ററാണ്, 343 സ്റ്റെപ്പ് നമ്മൾ കയറാൻ പോവാണ് ഗൈസ്. ലിഫ്റ്റില്ല, വരും. ബിഗ് ബോസിൽ ടാസ്ക് എടുത്തിട്ട് പവർ ഹൗസിൽ കയറാൻ പറ്റുന്നുള്ള പോലെയാണ് ഞാൻ ഈ ടാസ്ക് ഇപ്പോൾ ചെയ്തത്. ചത്ത് എന്നെക്കൊണ്ട് പറ്റണില്ല. പക്ഷെ ഇത്ര പോലും ആരോഗ്യമില്ല ഒരു 300 സ്റ്റെപ്പ് കയറാൻ. അമ്മേ, ഫുഡ് കഴിച്ചിട്ടായിരിക്കും അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. തീരുന്നില്ല. ഇൻഫിനിറ്റ് ലൂപ്പിനകത്തൊക്കെ പെട്ട പോലെ. ആ, ഞാൻ പിടിക്കുന്ന എനിക്കൊരു താഴേക്ക് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ബ്രാവോ. ഈ വ്യൂ ഇതാണോ നമ്മൾ കാണുന്നത്? ജയിലിലെ വ്യൂ ആണോ? നീ ഒന്ന് വന്നിട്ടേ ഒന്ന് മോളിൽ പോയി നോക്കുമോ? അവിടെ എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ ഞാൻ വരാം. മരിച്ചു അമ്മേ. ഗൈസ്, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നിക്ക് ആ പച്ച ടവർ കാണുന്നില്ലേ,
ഡോം, ആ ഡോമിൽ പോവുക, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വന്നെടുത്ത് പോവുക. പച്ചയിലായിരുന്നു പോകുന്നതെങ്കിൽ അത് കുഞ്ഞാണ്, പിന്നെ ലിഫ്റ്റും ഉണ്ട്. പക്ഷെ നമ്മളതല്ലാതെ നമ്മൾ എന്താ അതിന് പറയുക, ചലഞ്ച് ഏറ്റെടുത്ത് ഈ 343 പടികൾ കയറി ഈ അടിപൊളി അഡാർ വ്യൂ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഈ ഇത്ര ഹൈറ്റൊക്കെ കയറി കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ മണ്ടയിലൊരു കഫേയോ അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. പക്ഷേ ഇതിൻ്റെ മണ്ടയിലൊരു സോവനിയർ ഷോപ്പാണ്. ഇവിടെ ഒരാൾ സാധനം വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ എല്ലാ ദിവസവും ഈ 343 സ്റ്റെപ്പ് കയറുമെന്ന് ആർക്കറിയാം. പക്ഷെ ഞാൻ ചത്തുപോയി. കുഴപ്പമില്ല, നല്ല വ്യൂ ആണ്. പക്ഷെ ഇങ്ങനെ ആകെ കൂട്ടിലിട്ട കിളീനെ പോലെ കാണണം, തുറന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ അല്ലാത്തതിൻ്റെ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്. നമ്മളിങ്ങനെ ചുറ്റും നടക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, എല്ലാ ബിൽഡിങ്ങും ഭയങ്കര ഭംഗി, ഭയങ്കര ഗ്രാൻഡ് ഫീലിംഗ്. റിയന്ന മൊത്തത്തിലൊരു റിച്ച് ഫീലിംഗ് ഉള്ള സിറ്റിയാണ്. പാരീസിലൊക്കെ പോയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് ആർട്ട് നോവോ, ആർട്ട് ഡെക്കോ സ്റ്റൈലായിരുന്നെങ്കിൽ ഇവിടെ വിയന്നയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബാറോക്ക് സ്റ്റൈലാണ്. അതായത് ഇപ്പോൾ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്കൾപ്ചറാണ്, അത് ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും. പിന്നെ ഭയങ്കര ഓർണമെന്റൽ, പിന്നെന്താ അതില് ഗോൾഡൻ ടച്ച് ഒക്കെ ഉണ്ടാവും. കുറേ സർട്ടിൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവും, പക്ഷേ ഗോൾഡിന്റെ ഹൈലൈറ്റ്സ്, പിന്നെ ആർട്ട് നോവോന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫ്ലോറൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ കൂടുതലായിട്ട് കാണും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കര റിച്ച് ആയിരിക്കും അല്ലേ? നമ്മളിപ്പോ പൊതുവെ നോക്കുകയാണെങ്കിൽ ബിൽഡിംഗ് പൊതുവെ പുറമേ നോക്കുമ്പോൾ കുറച്ച് മിനിമൽ ആയിരിക്കും, പക്ഷെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഒരു തിയേറ്ററിക്കൽ നമ്മുടെ ഒരു ബാലെ സെറ്റപ്പിലാണ് ഉണ്ടാവുക മൊത്തത്തിൽ. പക്ഷേ ബാലെ ആണെങ്കിലും ഭയങ്കര ഫീൽ ആയിരിക്കും. നമ്മളിപ്പോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ഇവിടെ സെന്റ് പീറ്റേഴ്സ് കർക്ക്, അത് കർക്കല്ല ക്രഷ് എന്നാണ് ഇവിടുത്തെ ചർച്ചിന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ ഫുള്ള് ഈ ആർട്ട് ബറോക്ക് സ്റ്റൈലിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്, ഗ്രാൻഡ് ആണെന്നാണ് തോന്നുന്നത്. അവിടേക്ക് ഇത് കഴിഞ്ഞിട്ട് സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്താണ്, ഞാൻ അങ്ങോട്ടേക്ക് പോകണം. നേരത്തെ പറഞ്ഞ പോലെ വിയന്നയുടെ മുക്കിന് മൂലയും ഭയങ്കര ഭംഗിയാണ്. എല്ലാം ഭയങ്കര ഗ്രാൻഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചുമ്മാ ഒരു ഫൗണ്ടൻ വരെ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയിടുകയല്ല, ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ കുറേ നേരം ഇതിൻ്റെ ചുറ്റിനും നടന്ന് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് അടുത്ത ഒരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് കോംപ്ലക്സ് ആയ ബെൽവെഡിയർ പാലസിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് നമ്മൾ പറഞ്ഞ ബെൽവെഡിയർ പാലസ്. ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ 16 യൂറോ ആണ് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു, പുറത്തു കൂടെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന് ചുറ്റും നമുക്ക് നല്ല ഫൗണ്ടനും വെള്ളവും പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ സ്ഥലം. പക്ഷെ കറക്റ്റ് നമ്മൾ വന്ന സമയത്ത് മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷെ നല്ല പ്രൗഢഗംഭീരമായിട്ടുണ്ട്. ഈ സ്റ്റാച്യു ഒക്കെ കാണാൻ തന്നെ ഭയങ്കര രസം. മുടിയൊക്കെ പിന്നിട്ട് നമുക്ക് എന്തൊരു പെർഫെക്ഷനാണ്. ഒരെണ്ണം കഴിഞ്ഞപ്പോൾ അടുത്ത നോക്ക് അതിനേക്കാൾ ഭംഗി. ഭയങ്കര മെയ്വഴക്കമുള്ള കുതിരയും
എന്താ പറയാ, തുണി പോലെ ചെയ്തിരിക്കുന്നല്ലേ അത്. പിന്നെ കുതിരയുടെ വാല് നോക്ക്, മുടി കിടക്കുന്ന പോലെ ഇല്ലേ അങ്ങനെ. നമ്മൾ ബെൽവിഡിയർ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണേ. അവിടെ നമ്മൾ മൊസാട്ടിൻ്റെ ഒരു മോണുമെൻറ്റിൽ കാണാൻ പോവുകയാണ്. മൊസാട്ട് ലോക പ്രശസ്തനായ ഒരു മ്യൂസിക് കമ്പോസറാണ്. ആ മ്യൂസിക്കൽ ജീനിയസിന് വേണ്ടി ചെയ്തൊരു ട്രിബ്യൂട്ടാണ് ഈ മോണുമെൻറ്റിൽ. യൂറോപ്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റി, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. അവരുടെ 2 ഫേമസ് പാലസാണ്. അതിൽ വിൻ്റർ പാലസാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഹോഫ്ബർഗ്. പിന്നെ ഇവർക്കൊരു സമ്മർ പാലസ് ഉണ്ട്, ഷ്രോൺബർഗർ. നമ്മളത് അടുത്ത വ്ളോഗിൽ കാണിക്കുന്നതാണ്. അങ്ങനെ ഹോഫ്ബർഗ് പാലസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പക്ഷേ അവിടുത്തെ ഫുഡ് ഒട്ടും കൊള്ളില്ലായിരുന്നു.